കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് തന്നെയാണ്. അതായത് ഇന്നലെ 2024 ഓഗസ്റ്റ് 14 കൊല്ലം മൈനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളിക്കാരൻ ഇന്നലെ ഒരു ഉദ്ഘാടനം ചടങ്ങുണ്ടായിരുന്നു. ഒരു ബുട്ടിക്കിന്റെ അതായിരുന്നു. അതായത് നമ്മുടെ DRR ഫാമിലിയിലുള്ള മുബീന ടീച്ചറുടെ ഒരു ബുട്ടിക്കാണ്. അങ്ങനെ അവിടെ പോയപ്പോൾ ഉണ്ടായ കുറെ സംഭവ വികാസങ്ങളാണ്. കാരണം ഇത്രയും ജനം ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അതിനുള്ള ഒരു വലിയ ഉദാഹരണം തന്നെയാണ്. കാരണം ബിഗ് ബോസ് സീസൺ 4 വന്ന അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസിന്റെ 6ാം സീസണും കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ 2.5 വർഷം അടുപ്പിച്ചാകാൻ പോകുമ്പോഴും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാർ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരുടെ എല്ലാ ഹൃദയം കവർന്നു എന്ന് പറയാം. കാരണം ഒരുപാട് ജനം, കാരണം വീണ്ടും അദ്ദേഹത്തെ ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹത്തെ ഇത്രത്തോളം ഓരോരുത്തരും സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്നുള്ള ഉത്തരവും കിട്ടി. അദ്ദേഹം ആരെക്കുറിച്ചും അപഖ്യാതികളൊന്നും പറയുന്നില്ല. ആരെക്കുറിച്ചും പേരെടുക്കാൻ വേണ്ടി അദ്ദേഹം അവരെ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും, ശത്രുക്കളെ ആയാലും മിത്രങ്ങളെ ആയാലും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുള്ളതായി നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. അതുകൊണ്ടാകാനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ കാരണം. ഇന്നലെ ഇതിൽ വന്ന ആൾക്കാരെല്ലാം, കാരണം എന്തുമാത്രം ആൾക്കാർ അവിടെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു 5 മണിക്കായിരുന്നു അതിന്റെ ഫംഗ്ഷൻ ആയിരുന്നത്. പക്ഷെ 4 മണിക്ക് മുമ്പേ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫംഗ്ഷനൊക്കെ ഒരു നല്ല ഉത്സവ പരിപാടിയായാലും ജനം കുറവാണ്. എല്ലാ സ്ഥലങ്ങളിലും ആർക്കും അങ്ങനെയുള്ള വിഷയങ്ങളിൽ കുറവാണ്. പക്ഷെ ഒരാളിനെ കാണാൻ വേണ്ടി ഇത്രയും പേര് വന്ന് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ജനശ്രദ്ധ ഒരു തരി പോലും മാറാതെ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവങ്ങൾ ഓരോരുത്തരും, പല ആൾക്കാരും മാറി മാറി അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. വാക്കാലി കൊണ്ടും അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്തു, അപഖ്യാതികൾ പറഞ്ഞു ഒക്കെ അദ്ദേഹത്തെ തരം താഴ്ത്താനൊക്കെ നോക്കി. എന്നിരുന്നാൽ തന്നെയും അതൊക്കെ അദ്ദേഹം തരണം ചെയ്തു ഇത്രയും ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ചേക്കേറി തന്നെ നിൽക്കുന്നു എന്നുള്ളതുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ ഇന്നലെ കണ്ട അത്രയും ജനം അദ്ദേഹത്തെ കാണാൻ വന്നു നിന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നി, ആദ്യം ആ ഡീഗ്രേഡ് അനുഭവിക്കാതെ അദ്ദേഹത്തെ ഇവരെല്ലാവരും കൂടി ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കിയിട്ട് അന്ന് അത് സംഭവിക്കാതിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തെ പിടിച്ചാൽ പോലും കിട്ടില്ലായിരുന്നു. കാരണം ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. എന്തുകൊണ്ടെന്നറിയാം, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചെറിയ സ്വപ്നമായിരുന്നു. ഒരു സിനിമയിലെങ്കിൽ അഭിനയിക്കണം എന്നുള്ള മോഹം. പക്ഷേ ആ മോഹത്തെ നുള്ളിക്കളയുകയാണ് ചെയ്തത്. കുറെ പേര് ചേർന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ
ഇതിൽ നിന്ന്. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പലർക്കും ഒരു ഭീഷണിയായി തോന്നിക്കാണും. അതുകൊണ്ടാകാൻ അവരെല്ലാരും കൂടി ചേർന്ന് ചെയ്തതാകാനാണ് സാധ്യത. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇവരാരുമല്ല, ഇതിൽ ഒരു വൻകിട ശക്തി തന്നെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലാതെ ചുമ്മയല്ല. അല്ലാതെ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കാതിരിക്കില്ല. കാരണം എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ അദ്ദേഹം ഇത്രയും ജനഹൃദയങ്ങളിൽ വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡോക്ടർ ഒന്നും ചെയ്യുന്നില്ല, നമ്മളൊന്നും ഒരു ഫോട്ടോ പോലും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പോലുമില്ല എന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നോക്കിക്കോളൂ, എന്ത് ജനമാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു ഹീറോ. ആ വന്നിറങ്ങുന്ന രംഗമൊക്കെ കാണുമ്പോൾ ഒരു ഹീറോയുടെ ലുക്കിൽ തന്നെ അദ്ദേഹം അവിടെ വന്നിറങ്ങുകയും ആ വരവും പോക്കുമൊക്കെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി എവിടെ പോയിരുന്ന ഒരു കല്യാണത്തിന് പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം കൂടെ എപ്പോഴും ആൾക്കാർ കാരണം എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചായിരുന്നാലും ശരി തന്നെ 10 പേര് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ വേണം. ആ സ്ഥിതി വിശേഷം അപ്പോൾ മറ്റു വലിയ ചാനലുകൾ ഓടുന്നതിൽ അർത്ഥം അതാണ് അവരുടെ ലക്ഷ്യം. അവർക്കെന്ന് പറയുന്നത് 10 പേര് കാണണം. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ആ അമ്മമാരെയൊക്കെ ഇപ്പോഴും ചേർത്തുപിടി. കാരണം ഒരു അമ്മയെ പോലെയാണ്. കാരണം ആ ടീച്ചർ ഒരു അമ്മയെ പോലെ തന്നെ മകനെ പോലെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർ അന്ന് തൊട്ട്, അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് മുതൽ ഞാൻ കാണുന്നതാണ് ആ ടീച്ചറിനെ. ഏതോ കൊല്ലത്ത് വെച്ച് അങ്ങോട്ട് ഏതൊരു ഫംഗ്ഷനാണ് പരിചയപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അന്ന് തൊട്ട് ഡോക്ടറെ കൂടെ തന്നെ ആ ടീച്ചർ നിൽക്കുന്നു. ടീച്ചർ ഒരുപാട് പേര് ഇതിനിടയ്ക്ക് സ്നേഹങ്ങൾ നടിക്കുകയും, നമ്മൾ ഒരാളിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവർക്ക് എന്ത് തെറ്റുകുറ്റം വന്നിരുന്നാലും കൂടെ നിൽക്കും. വേറെ ആരെന്ത് പറഞ്ഞിരുന്നാലും മാറിപ്പോകത്തില്ല. അതാണ് യഥാർത്ഥ സ്നേഹം. അത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ആ ടീച്ചറിന്റെ കൂടെ നിന്നാണ്. ടീച്ചർ ഒന്നും പോകാതെ എത്രയോ പേര് വന്നിട്ടും ആ ടീച്ചർ അവിടെ തന്നെ നിന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നു. DRR ഫാമിലിയുടെ ഒരു കൂട്ടായ്മയെ കൊണ്ട് പോകുന്നു ആ ടീച്ചർ. ഒരുപാട് കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ആ ടീച്ചർ ചെയ്യുന്നതായി എനിക്കറിയാം. നമുക്ക് കാണാം, അതാണ്. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ വയനാട്ടിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, DRR ഫാമിലി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് പബ്ലിസിറ്റി ഞങ്ങൾ കൊടുക്കണ്ട എന്നുള്ള തീരുമാനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്നലെ അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ചാനലിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അപ്പോൾ മറ്റേ മാരാര് പറഞ്ഞതിൽ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. കാരണം ഈ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ഉണ്ടോ എന്നറിയാം. അപ്പോൾ അത് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കുക. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ഒരു കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാവരിലും എത്തുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക എന്ന് മാത്രമേ പുള്ളിക്കാരൻ പറഞ്ഞുള്ളൂ. അതല്ല വേറൊന്നും പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. നമ്മളെന്തെങ്കിലും കൊടുത്തത്, ഞാൻ ഡോക്ടറെ അതിലാണ് എനിക്ക് വളരെ ഇഷ്ടം. കാരണം നമ്മൾ ഒരാളിന് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയുകയോ അത് വേറൊരാളും അറിയാൻ പാടില്ല എന്നുള്ള ഒരു കർക്കശക്കാരനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. കാരണം ഒരുപാട് പേർക്ക് അദ്ദേഹം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരും പുറലോകം അറിയരുത് എന്നാണ്. ഒരു കയ്യിൽ കൊടുക്കുന്നത് മറുകൈ അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ അദ്ദേഹം അത് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട്
ഒരുപാട് നന്ദിയാണ് അദ്ദേഹത്തിനോട് അറിയിക്കാനുള്ളത്. കാരണം ഇതുപോലെ മനുഷ്യനെ, ഇതേപോലത്തെ മനുഷ്യരെയാണ് നമുക്ക് ഈ നാടിന് വേണ്ടത്. അല്ലാതെ ഒരാളാവാൻ വേണ്ടി അവിടെ കിടന്ന് വിളിച്ചു പോയി ഒരാളിനെ താഴെ ഇറക്കി ഒരാളിന്റെ നെഞ്ച് തലയിൽ ചവിട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് തിരിച്ചടിയായി വരും എന്ന് ഉറപ്പിച്ചോ. കാരണം ചില ആൾക്കാർ അങ്ങനെയാണ്, ഒരാളിന്റെ പേര് വെച്ച് അങ്ങ് കയറി വരും. പക്ഷെ അത് ചതുവും വഞ്ചനയും. ആ ചോറ് അത് വാങ്ങി കഴിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗം വരില്ല. അല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാരണം അടിപൊളിയായിട്ട് ഇന്നലെ ഡോക്ടർ ഒ.പി. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ റിയൽ ഹീറോ, ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് അദ്ദേഹം മൈനാഗപ്പള്ളിയിലെ ജനങ്ങളെ കയ്യിലെടുക്കുകയും അത്രയും ജനങ്ങൾ അവിടെ കൂടുകയും എല്ലാവരുമായിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ വരെ വലിയ സ്നേഹത്തോടെ അവിടെ പോയി ഉള്ള കാരണം കുട്ടികളാണ് നമ്മുടെ പുതിയ തലമുറകൾ വരുമ്പോൾ അദ്ദേഹം കയ്യിലെടുത്ത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം, ആദരവൊക്കെ അവരെ അറിയിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഡോക്ടറെ നിങ്ങളൊരു ഹീറോ ആയി തന്നെ നമ്മൾ കണക്കാക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല നന്മകൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാമിലിയിലുള്ള എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്നേഹം, നിങ്ങളെല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കൂ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.